അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ മെയിൻ ഫങ്ഷൻ എന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് C++ൽ. ഈ മെയിൻ ഫങ്ഷൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് C++ൽ പ്രോഗ്രാമുകൾ എഴുതുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ആരംഭിക്കുന്നതും പ്രോഗ്രാം എക്സിക്യൂഷൻ അവസാനിക്കുന്നതും ഈ ഫങ്ഷനിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഫങ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ 12ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഫങ്ഷൻസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇതുവരെ പ്രോഗ്രാമുകളൊക്കെ എങ്ങനെ എഴുതാം എന്ന് പഠിച്ചു വരികയാണ്. അറേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ലൂപ്സിനെ കുറിച്ച് പഠിച്ചു, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്, ഇവയൊക്കെ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ എഴുതാൻ നമ്മൾ തുടങ്ങി. യഥാർത്ഥത്തിൽ റിയൽ ടൈം സിറ്റുവേഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമുകളിലൊക്കെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ വലുപ്പം കൂടുന്ന സമയത്ത് നമുക്ക് അതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വലിയ പ്രോഗ്രാമുകളെ ഡിവൈഡ് ചെയ്ത് സബ് പ്രോഗ്രാമുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫങ്ഷന്റെ ആവശ്യം? വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് എ ഫങ്ഷൻ? So when the program becomes large and complex, we need to divide the program into number of subprograms. പ്രോഗ്രാം വലുതാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതി ആവുക, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. ഉദാഹരണം, സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, സ്കൂളിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്, കുട്ടികളുടെ ഫീ കളക്ഷൻ നടക്കുന്നുണ്ട്, പരീക്ഷകൾ നടക്കുന്നുണ്ട്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റുഡൻറ് സെക്ഷനായിട്ടും ടീച്ചേഴ്സ് സെക്ഷനായിട്ടും ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. എന്തൊക്കെ വരും? അഡ്മിഷൻ പ്രൊസീജിയർ, കുട്ടികളുടെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക, അവരെ ക്ലാസ്സുകളാക്കി തിരിക്കുക. ദെൻ അടുത്തത് അവരുടെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെയെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് അക്കാഡമിക്സ് എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷൻ ഉണ്ടാക്കാം. ഫീ കളക്ഷൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഉണ്ടാക്കാം. ലൈബ്രറിയിൽ പുസ്തകം എടുക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെക്ഷൻ ഉണ്ടാക്കാം. ഇനി ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ടീച്ചേഴ്സിനും കൊടുക്കുന്ന ശമ്പളം എത്രത്തോളം ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, അതുപോലെ തന്നെ എത്രത്തോളം പീരീഡുകൾ അവർ കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെ സ്കൂൾ എന്ന് പറയുന്ന ആ വലിയൊരു സോഫ്റ്റ്വെയർ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വലിയ സോഫ്റ്റ്വെയറിനെ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതിയിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാം. എന്നിട്ട് ഈ സൊല്യൂഷനുകളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം ഡെവലപ്മെന്റ് എളുപ്പമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഈ വലിയ പ്രോഗ്രാമുകളെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി മാറ്റി അവയെ പിന്നീട് അതിന് സൊല്യൂഷൻ കണ്ടെത്തി അതിനെ ഒരുമിപ്പിച്ചിട്ട് നമ്മൾ വലിയ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം ഡെവലപ്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ദിസ് ഹെൽപ്സ് ദ പ്രോഗ്രാമർ ടു സോൾവ് ദ പ്രോബ്ലം ഈസിലി ഇൻ ഷോർട്ട് ടൈം ആൻഡ് വിത്ത് ലെസ് നമ്പർ ഓഫ് എറേഴ്സ് വിച്ച് ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ്. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുക. ഈ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ദ പ്രോഗ്രാം എഴുതുന്ന ആൾ അല്ലെങ്കിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആൾ ടു സോൾവ് ദ പ്രോബ്ലം ഈസിലി, വളരെ പെട്ടെന്ന് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ പ്രോബ്ലം അത് സങ്കീർണമായിട്ട് തോന്നുമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ലോജിക്കൊക്കെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
അതിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ ഈ എറേഴ്സൊക്കെ വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഫങ്ഷൻസ് കൊണ്ട് ഉള്ളത്. സോ ഫങ്ഷൻ ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ്. ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ്. വലിയ പ്രോഗ്രാമുകളെ ചെറിയ പ്രോഗ്രാമുകളാക്കിയിട്ട് സബ് പ്രോഗ്രാമുകളാക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് എന്ത് പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ള കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ അറിഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ആണ്. മെയിൻ ഫങ്ഷൻ നിർബന്ധമായിട്ടും മെയിൻ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ നമുക്കറിയാം. നമ്മൾ സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ ക്യാരക്ടർ അറേയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് സ്ട്രിങ് ഹാൻഡ്ലിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള രണ്ട് ഫംഗ്ഷനാണ് ഗെറ്റസ്, പുട്ടസ്. നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു പോയി, എന്താണ് ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് അറിയില്ല. നമ്മളിതിലൂടെ വ്യക്തമായിട്ടത് മനസ്സിലാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു വലിയ പ്രോബ്ലത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ ചെറിയ പ്രോബ്ലങ്ങളാക്കി മാറ്റി ആ പ്രോബ്ലത്തെ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് അവസാനം ഇവയെല്ലാം കൂടി യോജിപ്പിച്ച് വലിയ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. So in modular programming, the entire problem will be divided into small subproblems that can be solved by writing separate programs. അപ്പോൾ വലിയ പ്രോബ്ലത്തെ മൊഡ്യൂളുകളാക്കി തിരിച്ച് സെപ്പറേറ്റ് മൊഡ്യൂൾസിനെ ഓരോ മൊഡ്യൂൾസിനെ സെപ്പറേറ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്തി ഇവയെല്ലാം ഒരുമിപ്പിച്ചിട്ട് ഫൈനൽ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഏർപ്പാടാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി മോഡുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ പറയുന്ന പ്രവർത്തനത്തെ ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ് ഈസ് കാൾഡ് മോഡുലറൈസേഷൻ. ആ പ്രവർത്തനത്തെ വലിയ പ്രോബ്ലത്തെ മൊഡ്യൂളുകളാക്കി തിരിക്കുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ മൊഡ്യൂൾസ് ആക്കിയിട്ട് തിരിക്കുമ്പോൾ അല്ലെങ്കിൽ മോഡുലർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്തെല്ലാമാണ്? വാട്ട് ആർ ദ മെറിറ്റ്സ്? ഒന്ന്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ സൈസ് കുറക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആവർത്തിക്കപ്പെടേണ്ട ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രാവശ്യം നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗപ്പെടുത്താം. എവിടെയൊക്കെ ഒരു പ്രത്യേക വർക്ക് വരുന്നോ അവിടെയൊക്കെ നമ്മൾ കോഡുകൾ ആവർത്തിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിൽ പലതവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രോഗ്രാമിന്റെ സൈസ് നമുക്ക് കുറക്കാൻ പറ്റും. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോബ്ലത്തിന്റെ സങ്കീർണത കുറയുകയും കോംപ്ലക്സിറ്റി കുറയുകയും അതുകൊണ്ട് തന്നെ തെറ്റ് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിംഗിന്റെ കോംപ്ലക്സിറ്റി കുറക്കുന്നു. ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി ഇംപ്രൂവ്. എന്താണ് റീയൂസബിലിറ്റി? ഒരിക്കൽ ഒരു ഫംഗ്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഒരു പ്രോഗ്രാമിൽ തന്നെ എവിടൊക്കെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ ആവശ്യമുണ്ടോ ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ എഴുതി കഴിഞ്ഞാൽ ആ മൊഡ്യൂളിന് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമർക്ക് അയാളുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോഗ്രാമിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ സ്കിമാറ്റിക് ആണ് തന്നിട്ടുള്ളത്. ഈ ബോക്സ് നമ്മൾ നോക്കുക. ദിസ് ബോക്സ്, ഇവിടെ നമുക്ക് സി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടെ ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഫംഗ്ഷൻ. ഇവിടെയാണ് ഒരു ക്രിയ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രോസസ് ചെയ്യുന്നത്. ലെറ്റ് ദിസ് ബി ദ ഫംഗ്ഷൻ. ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിചാരിച്ചോളൂ. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കുറെ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു, കുറെ കാര്യങ്ങൾ കൊടുക്കുന്നു. ഇത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലിട്ട് അത് പ്രോസസ് ചെയ്യുന്നു. അങ്ങനെ പ്രോസസ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് അത് തരുന്നു. ഇതാണ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ. ഇറ്റ് റിസീവ് സം ഇൻപുട്സ്, മേ ഓർ മേ നോട്ട്. ചിലപ്പോൾ റിസീവ് ചെയ്യാം, റിസീവ് ചെയ്യാതിരിക്കാം. എന്നിട്ട് ചില ഓപ്പറേഷൻസ്, റിസീവ് ചെയ്ത ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ ഇൻപുട്ടിന്റെ മുകളിൽ ഇൻപുട്ടും കൂടെ കൂട്ടിയിട്ട് ചില ഓപ്പറേഷൻസ് ചെയ്യുന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കുക.
നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു. കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കുക എന്ന് പറയുന്ന കോഫി മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് വിചാരിച്ചുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വേണം, ഇൻഗ്രീഡിയൻസ് വാട്ടറിലേക്ക് കൊടുക്കുന്നു, ഷുഗർ കൊടുക്കുന്നു, മിൽക്ക് കൊടുക്കുന്നു, കോഫി പൗഡർ കൊടുക്കുന്നു. ഇനി ഇവിടെ കോഫി മേക്കിംഗ് എന്ന് പറയുന്ന വെള്ളം ചൂടാക്കുന്നു. ചൂടായി വരുന്നതിലേക്ക് നമ്മൾ കോഫി പൗഡറും മിൽക്കും ഷുഗറും ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോഫി കിട്ടുന്നു. അപ്പൊ ഈ ചെയ്യുന്ന പ്രോസസ്, കോഫി മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷനെ കാണിക്കുന്നത്. ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഈ സംഗതികളെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് ഡാറ്റ കൊടുക്കാനുള്ള സംവിധാനമാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഇനി നമ്മൾ ഒരു നമ്പറിന്റെ റേസ് ടു 5 കാണാം, എക്സ് റേസ് ടു 5. നമ്മൾ ഇൻപുട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 റേസ് ടു 5, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആൻസർ ആയിട്ട് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചു. 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5, 5 റേസ് ടു 5 തരണം എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിന്റെ പരിപാടി എന്താണ്? ഇത് ചെയ്യേണ്ട വർക്ക് എന്താണ്? 5th പവർ കണ്ടുപിടിക്കുക, നമ്പർ റേസ് ടു 5 കണ്ടുപിടിക്കുക. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു നമ്പർ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കണം. എക്സ് എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഒരു പാരാമീറ്റർ മാത്രമാണ്, എക്സിന് ഒരു വാല്യൂ വരും. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് 5 ടൈംസ് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. ഇനി ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലോ, ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് വേണ്ടത്, എത്ര ടേംസ് വേണം, ഈ 2 കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തരുന്നു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. അപ്പൊ ഈ രീതിയിലാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരിക്കൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരിക്കൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്നും എമ്മും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എ ഫംഗ്ഷൻ. ഇനി ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്, ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ആർഗ്യുമെന്റ്സ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ഈ എൻ എം ഇത് രണ്ടും എന്താണ്? ആർഗ്യുമെന്റ്സ് ആണ്. ഇവിടെ കൊടുക്കുന്ന എക്സ് ആർഗ്യുമെന്റ് ആണ്. നേരത്തെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, കോഫി മേക്കിംഗ്, വാട്ടർ, ഷുഗർ, മിൽക്ക്, കോഫി പൗഡർ, ഇതൊക്കെ എന്താണ്? ആർഗ്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ്. മറ്റൊന്ന് റിട്ടേൺ ടൈപ്പ് ആണ്. ഒരു ഫംഗ്ഷൻ ഉണ്ടാവുന്ന മറ്റൊരു സംഗതി റിട്ടേൺ ടൈപ്പ് ആണ്. അത് പ്രോസസ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു തരുന്ന സംഗതി എന്താണ്? ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇത് പ്രിന്റ് ചെയ്യാണ്, ഇതിനോട് റിട്ടേൺ ടൈപ്പ് ഇല്ല. ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എക്സ് റേസ് ടു 5 ഒരു നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇവിടെ റിയൽ ടൈം എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്തത് കോഫിയാണ്. സോ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഡാറ്റയെ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടുന്ന സംഗതിയാണ് ആ ഫംഗ്ഷൻ എന്താണോ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടുന്നതിനെയാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് നമ്മൾ പോവുകയാണ്, എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫംഗ്ഷൻ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഡാറ്റയുടെ മുകളിൽ ചില ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തിരിച്ചു തരുന്നു. അപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഉള്ളിൽ, ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കുറെ ഇൻസ്ട്രക്ഷൻസ്, കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് in a program to perform specific task as part of the solution. ഒരു ജോലി, ഒരു വലിയൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് എഴുതുമ്പോൾ അതിലെ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സ്, ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ പേര് കൊടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകളാണ്. ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, ഒരു പർട്ടിക്കുലർ ടാസ്ക്, ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ കഷ്ണം, ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നാണ് ഇതിന് പേര് കൊടുത്തെങ്കിൽ ദാറ്റ് ഈസ് ദ നെയിം. ആ പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് ഇതിലുണ്ടാവും. ഇവിടെ നമ്മൾ എക്സ് റൈസ് ടു 5
പവർ ഓഫ് ഫിഫ്ത്ത് പവർ എന്നാണ് ഫംഗ്ഷന് പേര് കൊടുക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഫംഗ്ഷനുകൾ C++ലെ ഫംഗ്ഷനുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 2 തരം ഫംഗ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ C++. 2 തരം ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന്, C++ എന്ന് പറയുന്ന പാക്കേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ, ആ പാക്കേജിന്റെ കൂടെ തന്നെ ലഭ്യമാവുന്ന ആൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള, ആൾറെഡി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനുകൾ. അതിനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അതല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുക. C++ന്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ കണ്ട ഗെറ്റസ്, പുട്ടസ് എന്നൊക്കെ പറയുന്നത് ആൾറെഡി C++ൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. സോ സച്ച് ഫംഗ്ഷൻസ് ആർ കാൾഡ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്നറിയപ്പെടുന്നത്. So ready to use subprograms already available with the C++ package are called predefined functions or built-in functions. നമ്മൾ അതിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരുണ്ട്. ആ പേര് ഉപയോഗിച്ച് അതിനാവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരം ഫംഗ്ഷൻസ് ആൾറെഡി C++ൽ അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് പറയുന്ന പേരാണ് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. രണ്ടാമത്തതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്, രണ്ടാമത്തെ കാറ്റഗറി. അത് പ്രോഗ്രാമർ അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് പേര് കൊടുത്ത് എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസിന് പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻസ് ദാറ്റ് ആർ ഡിസൈൻഡ് ആൻഡ് റിട്ടൺ ബൈ എ പ്രോഗ്രാമർ for a particular program for performing a specific task are called user defined functions. പ്രോഗ്രാമർ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമറിനെ ഐഡന്റിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്ത് എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷനുകൾക്കാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു പ്രോഗ്രാം എഴുതുന്നു, ആ പ്രോഗ്രാമിൽ ആവർത്തിച്ചു വരുന്ന കുറച്ച് ജോലികളുണ്ട്. ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ that's a user defined function. C++ൽ ആൾറെഡി ഉള്ള ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഗെറ്റസ്, പുട്ടസ് പോലുള്ള ഫംഗ്ഷൻസ്. ഇവ ആൾറെഡി C++ൽ ഉള്ളതാണ്, നമ്മൾ അതിനെ ഉപയോഗിച്ചാൽ മാത്രം മതി. അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിളുകളാണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് എക്സാമ്പിളുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, കുറച്ച് ഫംഗ്ഷൻസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊരു വിഭാഗം കൺസോൾ ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യാനും അതിനെ കൺസോളിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ്, അതാണ് കൺസോൾ ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്യാരക്ടർ IO ഫംഗ്ഷൻസ് എന്നറിയപ്പെടും. ആ ഫംഗ്ഷൻസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ പ്രോഗ്രാമിലേക്ക് stdio.h അല്ലെങ്കിൽ cstdio എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്കറിയാം. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് cstdio.h എന്ന് എഴുതാറുണ്ട്. അപ്പൊ ഈ ഹെഡർ ഫയൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആ ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ലഭ്യമാവും, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ലഭ്യമാവും. അപ്പൊ ഇവിടെ കൺസോൾ ഫംഗ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗെറ്റ് കെയർ, പുട്ട് കെയർ പോലുള്ള ഫംഗ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, cstdio അല്ലെങ്കിൽ stdio.h. ടർബോ C++ ആണെങ്കിൽ നമുക്ക് വിൻഡോസ് വേർഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് stdio മതി, stdio.h മതി. ഇവിടെ ജീനിയിൽ ഗ്നു കമ്പൈലറിലാണ്, കമ്പൈലർ കളക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും, cstdio ഉപയോഗിക്കും. അപ്പോൾ അതിലൊരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഗെറ്റ് കെയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഗെറ്റ് കെയർ ഒരു ക്യാരക്ടറിനെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് കെയർ. അപ്പോൾ ഗെറ്റ് കെയർ അതിൻ്റെ ഉപയോഗിക്കുന്ന സിൻടാക്സ് കെയർ ch=get കെയർ. ഈ ഗെറ്റ് കെയർ എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ട് ch=get കെയർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന ഏത് അക്ഷരമാണോ പ്രിന്റ് ചെയ്യുന്ന ആ അക്ഷരം ch കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി മറ്റൊരു ഫംഗ്ഷനാണ് പുട്ട് കെയർ. ഒരു ക്യാരക്ടറിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പുട്ട് കെയർ.
അപ്പോൾ നമ്മളിവിടെ നോക്കുക char ch ഈക്വൽ ടു ബി, ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് ബി എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ചെയ്തു, അസൈൻസ് ബി ടു ദ വേരിയബിൾ ch. ഇനി putchar ch എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? ബി ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സ്ക്രീനിൽ ഒരു അക്ഷരത്തെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് putchar. putchar സി, ഈ കൊട്ടേഷന്റെ സിംഗിൾ കൊട്ടേഷനുള്ളിൽ സി എന്ന് എഴുതി putchar എന്ന് എഴുതി കഴിഞ്ഞാൽ ആ എന്താണോ സിംഗിൾ കൊട്ടേഷനുള്ളിൽ എഴുതിയ ക്യാരക്ടർ ആ ക്യാരക്ടറിന് അതേപോലെ ഡിസ്പ്ലേ ചെയ്യും. ഇതൊരു വേരിയബിൾ അല്ല, ഇതൊരു ലിറ്ററൽ ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന് അതേപോലെ. പക്ഷെ സി എച്ച് എന്താണ്? സി എച്ച് ഒരു വേരിയബിൾ ആണ്. അതുകൊണ്ട് ആ വേരിയബിളിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, സ്റ്റോർ ചെയ്യപ്പെട്ടുള്ളത്, അത് ബി ആണ്. അതുകൊണ്ട് ബി പ്രിന്റ് ചെയ്യുന്നു. ഇതൊരു ലിറ്ററൽ ആണ്, ആ ലിറ്ററലിന് അതേപോലെ പ്രിന്റ് ചെയ്യും. putchar 97, നമുക്കറിയാം ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എ ബി സി എന്നൊക്കെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും ആ എ അല്ല സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ക്യാപിറ്റൽ എ അതിന്റെ ആസ്കി വാല്യൂ 65 ആണ് നമുക്കറിയാം. അപ്പൊ നമ്മളിവിടെ putchar 65 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ എ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. putchar 97, സ്മോൾ എയുടെ ആസ്കി വാല്യൂ 97 ആണ്, അതുകൊണ്ട് സ്മോൾ എ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ getchar എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. putchar എന്ന് പറയുന്നത് ഒരു സ്ക്രീനിൽ ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്തൊരു സെറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്ട്രീം ഫംഗ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻസ്. ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഗെറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്നു. വെറുതെ ഗെറ്റ് എന്ന് ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ കൂടെ വേണം അത് ഉപയോഗിക്കാൻ. അപ്പൊ അതെവിടെയുള്ളത്? സീനൊക്കെ എവിടെയുള്ളത്? stdio.h അപ്പൊ അതന്നെ മതി നമുക്ക്. char ch str of time ch ഈക്വൽ ടു cin.get. cin.get എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിന് അത് റീഡ് ചെയ്ത് ch കൊണ്ട് സ്റ്റോർ ചെയ്യും. cin.get ch ഈക്വലൻ ടു cin.get, ഇവിടെ ch ഈക്വൽ ടു cn.get എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ cn.get ആ ക്യാരക്ടർ കിട്ടിയിട്ട് അതിനെ ch ലേക്ക് കൊടുക്കാം. ഇവിടെ ch എടുത്തിട്ട് നമ്മൾ പാരാമീറ്റർ ആക്കി കൊടുത്തു. അപ്പോൾ അതും ഒരു ക്യാരക്ടറിനെ കീബോർഡിലൂടെ കൊടുക്കുന്ന ഒരു ക്യാരക്ടറിന് അത് റീഡ് ചെയ്തിട്ട് ch എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഇനി മറ്റൊരു രീതി നമുക്ക് cn.get str, ആക്സെപ്റ്റ് എ സ്ട്രിംഗ് ഓഫ് മാക്സിമം 10 ക്യാരക്ടേഴ്സ്. 10 അക്ഷരങ്ങൾ വരെ പരമാവധി അത് സ്വീകരിച്ച് str എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി അടുത്തത് ഗെറ്റ് ലൈൻ, സ്ട്രീം ഫംഗ്ഷനിലെ മറ്റൊരു ഫംഗ്ഷനാണ്. സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഗെറ്റ് ലൈൻ. ഇത് നമ്മളൊരു ലൈന് ഓഫ് ക്യാരക്ടേഴ്സിനെ, ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് എത്ര ലെങ്ത് പറഞ്ഞിട്ട് അത്രയും ലെങ്ത് റീഡ് ചെയ്യാൻ വേണ്ടി. 2-3 പാരാമീറ്റർ കൊടുത്തിട്ട് ഒന്നുകിൽ ആ ലെങ്ത് വരെ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടർ കാണുന്നത് വരെ റീഡ് ചെയ്യാന്നുള്ള രീതിയിൽ. char ch str 10 ഇതൊരു ക്യാരക്ടർ അറിയാണ്, 10 ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ പറ്റും. ch ഒരു സിംഗിൾ ക്യാരക്ടറിന് ഇൻഡ് ലെങ്ത്. സീൻ ഗെറ്റ് ലൈൻ str len. ഈ len, സപ്പോസ് lenൽ ഒരു 10 ആണുള്ളതെങ്കിൽ 10 അക്ഷരത്തെ ഇത് റീഡ് ചെയ്യും. സീൻ ഗെറ്റ് ലൈൻ str len ch എന്നാണ് കൊടുക്കുന്നതെങ്കിലോ ഒന്നുകിൽ 10 അക്ഷരം റീഡ് ചെയ്യും. ലിയന്റെ ഉള്ളിൽ 10 ആണുള്ളതെങ്കിൽ 10 അക്ഷരങ്ങൾ റീഡ് ചെയ്യും. അതല്ല എങ്കിൽ ഈ ch ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചുള്ളൂ, ആ ക്യാരക്ടർ വരുന്നത് വരെ, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് വരെ ഒന്നുകിൽ 10 ക്യാരക്ടർ റീഡ് ചെയ്യും. ലിയന്റെ ഉള്ളിൽ 10 ആണുള്ളതെങ്കിൽ 10 ക്യാരക്ടർ റീഡ് ചെയ്യും. അതല്ല എങ്കിൽ ആ 10 ക്യാരക്ടർ എത്തുന്നതിന് മുന്നേ ന്റെ ഉള്ളിൽ എ ആണെന്ന് വിചാരിച്ചുള്ളൂ. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹലോ എന്ന് എഴുതിയിട്ട് നമ്മൾ എല്ലാണ് കൊടുത്തതെന്ന് വിചാരിച്ചുള്ളൂ, ന്റെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ HEL വരെ റീഡ് ചെയ്യും, ബാക്കി അങ്ങോട്ടുള്ളത് റീഡ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാരക്ടേഴ്സിന്റെ കൂട്ടത്തെ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുട്ട്. പുട്ട് ഒന്നുകിൽ ഒരു ക്യാരക്ടറിനെ പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് cout.put ch എന്ന് പറഞ്ഞാൽ ഇവിടെ ന്റെ ഉള്ളിൽ സി ആണുള്ളതെങ്കിൽ സി ഡിസ്പ്ലേ ചെയ്യും. പുട്ട് ബി സിംഗിൾ കോഡ്സ് ലിറ്ററലായി കൊടുത്താൽ ബി അതേപോലെ പ്രിന്റ് ചെയ്യും. cout.put 65 ആസ്കി വാല്യൂ 65 എയുടെ ആസ്കി വാല്യൂ ആണ്, അതുകൊണ്ട് അത് എ എന്ന് പറയുന്ന ക്യാരക്ടറിന് പ്രിന്റ് ചെയ്യും.
ഇനി റൈറ്റ്, ഇതും ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. CAR ഹലോ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഹലോ എന്ന് പറയുന്നത് നമ്മൾ ചാപ്റ്റർ നമ്പർ 2 പഠിച്ചതാണ്. ഈ ഒരു അറയിലേക്ക് HELLO എന്ന് സ്റ്റോർ ചെയ്യും, ലാസ്റ്റ് ക്യാരക്ടർ നള്ളായിട്ട് സ്റ്റോർ ചെയ്യും. റൈറ്റ് STR10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ 5 സ്പേസും കൂടെ പ്രിന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മാക്സിമം 10 അക്ഷരങ്ങളുടെ ഗ്യാപ്പിലായിരിക്കും അത് വരിക. ആദ്യ ഭാഗം ഹലോ എന്നുണ്ടാവും, ബാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പേസ് കൊടുക്കും. സോ വിൽ ഡിസ്പ്ലേ ദ സ്ട്രിങ് ഹലോ ഫോളോഡ് ബൈ 5 വൈറ്റ് സ്പേസും കൂടെ കൂട്ടിയിട്ട്. കാരണം 10 അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. STRൽ എത്രയേ ഉള്ളൂ? 5 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പോൾ 5 പ്രിന്റ് ചെയ്തതിന് ശേഷം 5 സ്പേസും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അത് ആ പ്രിന്റിങ് അവസാനിപ്പിക്കുക. ഇനി അടുത്തത് സ്ട്രിങ് ഫങ്ഷൻസ് എന്നാണ്. സ്ട്രിങ് ഫങ്ഷൻസ് സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ്ങിന്റെ മുകളിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് എന്ന് പറയുക. ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടി, എത്ര അക്ഷരങ്ങൾ അതിലുണ്ട് എണ്ണി നോക്കാൻ വേണ്ടിയിട്ട്, 2 സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, 2 സ്ട്രിങ്ങുകൾ തുല്യമാണോ അല്ലേ എന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഫങ്ഷൻസിന് പറയുന്ന പേരാണ് സ്ട്രിങ് ഫങ്ഷൻസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫങ്ഷൻസിനെ പഠിക്കാനുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയലിന്റെ പേര് string.h എന്നാണ്. അത് ലിനക്സിന്റെ എൻവയോൺമെന്റ് ആണെങ്കിൽ സി സ്ട്രിങ്, ഗ്നുവിന്റെ എൻവയോൺമെന്റ് ആണെങ്കിൽ സി സ്ട്രിങ് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ string.h ഉപയോഗിക്കണം. അതിലെ ഒരു ഫംഗ്ഷനാണ് strlen. സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് strlen. ഫംഗ്ഷൻ ടു ഫൈൻഡ് ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ്. ഇപ്പൊ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയാണ്? W1 ELCOM ഇങ്ങനെ അക്ഷരങ്ങൾ ഇനി നോക്കുക. 1 2 3 4 5 6 7. ഇതിന്റെ ലെങ്ത് 7 ആണ്. 7 അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ട് 7 ആണ്. ഇനി വെൽക്കം എന്ന് പറഞ്ഞതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഒക്കെ വന്നിട്ട് വിചാരിച്ചോളൂ. സ്പേസ് അടക്കമാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ ഉള്ള അക്ഷരങ്ങളുടെ സ്പേസ് അടക്കമുള്ള അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് അതിന്റെ ലെങ്ത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് strlen. എങ്ങനെയാണത് ഉപയോഗിക്കുക? ഇതൊരു വേരിയബിളിനെ റിട്ടേൺ ചെയ്യും. ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എണ്ണായിരിക്കും. 10 അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ് കൊടുത്തെങ്കിൽ അതിൽ അക്ഷരങ്ങൾ എണ്ണിയിട്ട് നമുക്ക് 10 എന്ന് തിരിച്ച് ആൻസർ കിട്ടും. അപ്പോൾ ഒരു ഇന്റിജർ നമ്പർ തിരിച്ച് ഉത്തരമായിട്ട് തരും. strlen ബ്രാക്കറ്റിൽ നമ്മൾ ഏത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണോ നമുക്ക് കാണേണ്ടത് ആ സ്ട്രിങ് കൊടുക്കും. ഇപ്പൊ str വെൽക്കം അങ്ങനെ കൊടുത്തു. അപ്പൊ strൽ എന്തുണ്ടാവും? വെൽക്കം ഉണ്ടാവും. ഒരു n എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ n = strlen ഓഫ് str അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ strന്റെ ഉള്ളിൽ എന്തുണ്ട്? വെൽക്കം ഉണ്ട്. ഈ വെൽക്കം എന്ന് പറയുന്നതിലെ അക്ഷരങ്ങളെ ഇത് കൗണ്ട് ചെയ്യും. അപ്പൊ എന്താണ്? 1 2 3 4 5 6 7. ഇപ്പൊ എന്നിൽ എന്തുണ്ടാവും? 7 ഉണ്ടാവും. cout n എന്ന് പറഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? 7 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി ടു കോപ്പി കണ്ടന്റ് ഓഫ് വൺ സ്ട്രിങ് ടു അനദർ, ഒരു സ്ട്രിങ്ങിലെ കണ്ടന്റിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcpy. strcpy എന്ന് പറഞ്ഞാൽ സ്ട്രിങ് കോപ്പി, സ്ട്രിങ് 1 സ്ട്രിങ് 2. ഇതിലുള്ളത് സ്ട്രിങ് 2ലുള്ള എന്താണോ ഉള്ളത് അത് സ്ട്രിങ് 1ലേക്ക് കോപ്പി ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് 2 സ്ട്രിങ്ങുകളാണ്. ഇതിലെന്താ ഉള്ളത് അല്ലെങ്കിൽ ഇവിടെ എന്താണോ ഉള്ളത് അത് ഇങ്ങോട്ട് കോപ്പി ചെയ്യും. ഒരു ഉദാഹരണം നോക്കാം. s1 of 10 10 അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ് ആണ് s1. അതേപോലെ തന്നെ 10 അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ട്രിങ് ആണ് s2. ആ s2ൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി strcpy s1, s2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ s2ലുള്ളത് s1ലേക്ക് കോപ്പി ചെയ്യും. s2ൽ എന്താ ഉള്ളത്? വെൽക്കം. അപ്പൊ s1ലേക്ക് എന്ത് കോപ്പി? വെൽക്കം കോപ്പി ചെയ്യും. അപ്പൊ s1ലും s2ലും എന്തുണ്ടാവും? വെൽക്കം ഉണ്ടാവും. cout s1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? വെൽക്കം എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ
ഒരു സ്ട്രിങ്ങിനെ മറ്റതിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? strcpy. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. char strturn, strcpy, str welcome. ഇവിടുത്തെ എന്ത് ചെയ്യും? ഈ വെൽക്കം എന്ന് പറഞ്ഞതിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യും, str-ലേക്ക് കോപ്പി ചെയ്യും. Now str will contain welcome. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, നമ്മൾ സ്ട്രിങ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ അസൈൻമെന്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ x=10 നമുക്ക് കൊടുക്കുന്ന പോലെ ഒരു വാക്കിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് തെറ്റാണ്. str=welcome ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? strcpy ഉപയോഗിക്കുക. str=welcome എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് വെൽക്കമിനെ str-ലേക്ക് കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? strcpy str welcome എന്ന് കൊടുക്കും. We can make assignment while declaring the variable as char str. Sorry, this is char. അപ്പോൾ char str welcome ഇത് ഡിക്ലറേഷന്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അസൈൻമെന്റ് നടക്കില്ല. ഇനി മറ്റൊരു ഫംഗ്ഷനാണ് എന്ത്? strcat. ടു ജോയിൻ ഓർ കൺകാറ്റനേറ്റ് ടു സ്ട്രിങ്സ്. രണ്ട് വാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺകാറ്റനേറ്റ് ചെയ്യിപ്പിക്കാം. ജോയിൻ ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് അത് കൺകാറ്റനേറ്റ്. അങ്ങനെ രണ്ട് വാക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcat. ജോസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, അലക്സ് എന്ന് പറയുന്ന വേറെ സ്ട്രിങ്, ഇതിന് രണ്ടിനെയും കൂടി കൂട്ടിയിട്ട് ജോസ് അലക്സ് എന്ന് ഒറ്റ വാക്കാക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്ത പ്രവർത്തനമാണ് കൺകാറ്റിനേഷൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcat. എങ്ങനെ ഉപയോഗിക്കുക? strcat string 1 string 2. ഇതിൽ ജോസും ഇതിൽ അലക്സും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രിങ് 1-ൽ ജോസ് എന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ജോസ് അലക്സ് എന്നുണ്ടാവും. ഹിയർ കണ്ടന്റ് ഓഫ് സ്ട്രിങ് 2 വിൽ ബി ജോയിൻഡ് വിത്ത് സ്ട്രിങ് 1. ഇതിന്റെ കണ്ടന്റ് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ ആർക്കാ മാറ്റം വരിക? സ്ട്രിങ് 1-ന് മാറ്റം വരും, സ്ട്രിങ് 2-ന് ഒരു മാറ്റവും വരില്ല. സ്ട്രിങ് 1-ന്റെ കൂടെ സ്ട്രിങ് 2-ലുള്ളതും കൂടെ ചേർത്തിട്ട് വരും. ഉദാഹരണം നോക്കുക. char s1 of 20 വെൽക്കം. ഇതൊരു s1 ഒരു സ്ട്രിങ് ആണ്. 20 അക്ഷരങ്ങൾ വരെ അതിന് ഉൾക്കൊള്ളാൻ കഴിയും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട്. s2 അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? 2C++. അപ്പോൾ s1-ൽ വെൽക്കം ഉണ്ട്, s2-ൽ 2C++ ഉണ്ട്. നമ്മൾ strcat s1, s2 എന്ന് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ s2-ലുള്ളതും കൂടെ s1-ന്റെ കൂടെ ചേർക്കും. ഇനി നമ്മൾ cout s1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതും കൂടെ കൂട്ടി വെൽക്കം ടു C++ എന്നായിട്ട് മാറും. കാരണം s1-ൽ എന്തും കൂടെ കൂടി ചേർത്തു? 2C++ഉം കൂടെ വെൽക്കമിന്റെ കൂടെ കൂട്ടി ചേർത്തുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി വെൽക്കം ടു C++. ഇനി മറ്റൊരു ഫംഗ്ഷനാണ് strcmp. സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. സ്ട്രിംഗ് കമ്പയർ. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcmp. ടു കമ്പയർ ടു സ്ട്രിങ്സ്. സിന്റാക്സ് എങ്ങനെയാണ്? strcmp സ്ട്രിംഗ് 1 സ്ട്രിംഗ് 2. ഒന്നാമത്തെ സ്ട്രിംഗ് രണ്ടാമത്തെ സ്ട്രിംഗ് ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുക. അങ്ങനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു റിസൾട്ട് നമുക്കത് റിട്ടേൺ ചെയ്യും. ആ തരുന്ന റിസൾട്ട് ഈ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ x=strcmp string 1, string 2 എന്ന് എഴുതുമ്പോൾ x എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിലേക്ക് ഒരു വാല്യൂ വരും. ആ എക്സിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? രണ്ട് സ്ട്രിങ്ങുകളും തുല്യമാണ്. ഒന്നാമത്തെ സ്ട്രിങ്ങിൽ ജോയ് എന്നുണ്ട്, രണ്ടാമത്തെ സ്ട്രിങ്ങിലും ജോയ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് ആയിട്ട് വരിക? 0 എന്ന് റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് അനുമാനിക്കും? ഇഫ് ഇറ്റ് റിട്ടേൺ 0, ആ രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ആണ്, ഒരു നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിക്കുമ്പോൾ ഈ സ്ട്രിങ് 1 എന്ന് പറയുന്നത് ആദ്യം വരേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇവിടെ നമ്മൾ അലി എന്ന് കൊടുത്തു. സ്ട്രിങ് 1 അലിയാണ്, സ്ട്രിങ് 2 ഡാനിയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് വാല്യൂ കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താണ്?
അലിയെയും ഡാനിയെയും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിക്കുമ്പോൾ ആദ്യം വരേണ്ടത് ആരാണ്? അലിയാണ്. സോ ഇഫ് ഇറ്റ് റിട്ടേൺസ് നെഗറ്റീവ് വാല്യൂ വാട്ട് ഹാപ്പൻസ്? നമ്മൾ എന്തനുമാനിക്കും? സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി ലെസർ ദാൻ ദാറ്റ് ഓഫ് സ്ട്രിങ് 2 എന്നായിരിക്കും. ഇനി ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ രണ്ടാമത്തെ സ്ട്രിങ്ങിന് ശേഷമാണ് ഒന്നാമത്തെ സ്ട്രിങ് വരേണ്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ ഇതിൽ ജോയ് എന്നും ഇതിൽ അലക്സ് എന്നും കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. എന്താ സംഭവിക്കുക? നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രിങ് 1 സ്ട്രിങ് 2വിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിക്കുമ്പോൾ സ്ട്രിങ് 2വിന് ശേഷമാണ് സ്ട്രിങ് വരേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ സ്ട്രിങ്ങുകളെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcmp. നമുക്ക് കുറേ പേരുകളൊക്കെ തന്നു. ആ പേരുകൾ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓരോന്നിനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് ഏതാണ് ആദ്യം വരേണ്ടത് പിന്നീട് വരേണ്ടത് നമുക്ക് തീരുമാനിക്കാം. ഇനി അതിന്റെ മറ്റൊരു ഫോർമാറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ കാണിക്കുന്നു ഇവിടെ. The following code fragment shows the working of this function. char s1 ദീപ്തി എന്ന് കൊടുത്തു. s2ൽ ദിവ്യയുണ്ട്. n എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി n ഈക്വൽ ടു strcmp s1, s2. അപ്പൊ s1ൽ എന്താ ഉള്ളത്? ദീപ്തിയാണുള്ളത്. s2ൽ ദിവ്യ. അപ്പൊ ദീപ്തിയെയും ദിവ്യയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. നമുക്ക് എന്താ കിട്ടുക? ഇതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരേണ്ടത് ഏതാണ്? ദീപ്തിയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു നെഗറ്റീവ് നമ്പർ കിട്ടും. ഇനി ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യണം ഫംഗ്ഷനിൽ. ഇഫ് n ഈക്വൽ ടു 0, n 0 ആണോ? അല്ല. ഇഫ് n ലെസ് ദാൻ 0, n ലെസ് ദാൻ 0 ആണോ? അതെ. അപ്പൊ s1 ലെസ് ദാൻ s2 എന്ന് പറഞ്ഞാൽ എന്താണ്? s1 ആണ് ആദ്യം വരേണ്ടത്, s2 പിന്നീട് വരേണ്ടതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിലോ s1 ഗ്രേറ്റർ ദാൻ s2. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പോസിറ്റീവ് നമ്പറാണോ നെഗറ്റീവ് നമ്പറാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി അതിന്റെ മറ്റൊരു ഫോമാണ് strcmp I. കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിംഗ് കേസസ്. കേസ് ഇഗ്നോർ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ സ്മോൾ ലെറ്റേഴ്സ് ആണോ എന്ന് നോക്കണ്ട. അത് നോക്കാതെ തന്നെ തുല്യമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ ക്യാരക്ടർ s1 ഒരു സ്ട്രിങ് s1 അതിൽ സാനിലുണ്ട്, s2ലും സാനിലുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിലെ സാനിലാണ്, മറ്റൊന്ന് ഇപ്പോൾ വായിച്ചാൽ രണ്ടും സെയിം ആണ്. പക്ഷേ ഇത് നമ്മൾ strcmp വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതും ഇത് വലുതുമാണ്. എന്നാൽ strcmp I വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് തുല്യമാണ് നമുക്ക് കിട്ടുക. കാരണം കേസ് കമ്പയർ ചെയ്യേണ്ട, ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ നോക്കണ്ട, ഇഗ്നോർ ദ കേസ്. അപ്പൊ n കൊടുത്തു, n ഈക്വൽ strcmp s1, s2 എന്ന് കൊടുത്തു. ഇഫ് n ഈക്വൽ ടു 0, അപ്പൊ നമുക്ക് എന്താ കിട്ടും? ഇവിടെ കേസ് ഇഗ്നോർ ചെയ്യുമ്പോൾ സ്ട്രിങ്സ് ആർ സെയിം എന്ന് കിട്ടും. ബാക്കി രണ്ട് കേസും ഫാൾസ് ആയിട്ട് മാറും. ഇനി നമുക്ക് കുറച്ചും കൂടെ ഫംഗ്ഷൻസ് ഈ ചാപ്റ്ററിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഫംഗ്ഷൻസ് എഴുതുക എന്നുള്ള കാര്യങ്ങൾ, ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പാരാമീറ്റേഴ്സ്, എങ്ങനെയാണ് വാല്യൂസ് പരസ്പരം ഫംഗ്ഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഇത് പഠിക്കാം. ഓക്കെ.